മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഒരു ഡയറ്റ് ഫുഡായിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ചെറുപയർ ദോശ തയ്യാറാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് ചെറുപയർ 6 മുതൽ 7 മണിക്കൂർ വരെ ഒന്ന് കുതിർത്ത് വെക്കാം. നന്നായി കുതിർന്നു വന്ന ചെറുപയർ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3 അല്ലി കൊച്ചുള്ളിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം പാകത്തിന് ഉപ്പൂടെ ചേർത്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ മിക്സ് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി ഫ്ലെയിം ഓണാക്കി നമ്മുടെ ദോശ ഓരോന്നായി ചുട്ടെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നെയ്യൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പുറം സൈഡോടെ തിരിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ദോശകളും ഇതേപോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെറുപയർ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഹെൽത്തിയും ഈസിയും ടേസ്റ്റിയുമായ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.